ഇപ്പോൾ കേരള VC മോഹനൻ കുന്നുമ്മൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഈ ആരോപണം ഉണ്ടായ പരീക്ഷ MBAയുടെ 3ാം സെമസ്റ്റർ പരീക്ഷയായിരുന്നു. അത് 7-ാം മാസം 5-ാം തീയതി നടന്നതാണ്. അത് വാല്യുവേഷൻ അയക്കാൻ താമസമുണ്ടായി. അത് നവംബറിലാണ് അയച്ചത്. ഏകദേശം 4-5 മാസം വൈകി. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ അധ്യാപകർ എല്ലാവരും തന്നെ വാല്യൂ ചെയ്തു. അത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ റെഡിയാണ്, ഒരു അധ്യാപകൻ ഒഴിച്ചു. അദ്ദേഹം യൂണിവേഴ്സിറ്റിയെ അറിയിക്കുന്നത് 14/1 ജനുവരിയിലാണ് അറിയിക്കുന്നത് പേപ്പർ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പേപ്പർ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ആ കാര്യത്തിൽ തീരുമാനം എടുക്കാനും യൂണിവേഴ്സിറ്റി വൈകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ചില പിഴവുകൾ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും വളരെ കാര്യമായ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷ ഇത്ര നേരത്തെ നടന്നിട്ടും വാല്യുവേഷൻ വൈകുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുന്നത് MBA കോഴ്സ് 100% സ്വാശ്രയ കോളേജുകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്വാശ്രയ കോളേജിലുള്ള അധ്യാപകരാണ് ഇത് വാല്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ അവരുടെ ശമ്പളം UGC സാലറി അല്ല. അവർ പലർക്കും 15,000, 20,000, 25,000 രൂപ വീതം. കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ ഈ മാസം 7-ന് പരീക്ഷ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അധ്യാപകന്റെ ഭാഗത്ത് ചില ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം VC ചൂണ്ടിക്കാട്ടുകയായിരുന്നു.